സദൃശവാക്യങ്ങളുടെ തുടർച്ചയായ പഠനത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണല്ലോ നാം. എത്ര അനുഗ്രഹമായ വാക്യങ്ങൾ, എത്ര അർത്ഥസമ്പുഷ്ടമായ വാക്യങ്ങൾ! അവയിൽ ഓരോന്നിലൂടെയും നാം യാത്ര ചെയ്തപ്പോൾ അത് ആ സദൃശവാക്യങ്ങൾ രൂപപ്പെടുത്തപ്പെട്ട ചരിത്ര പശ്ചാത്തലത്തിൽ മാത്രമല്ല, ഇന്നും എത്രമാത്രം പ്രസക്തവും സാർത്ഥകവുമാണ് എന്ന് നാം ചിന്തിച്ചു. ഇന്ന് അല്പസമയം ഒരുമിച്ച് ധ്യാനിക്കുവാനായി സദൃശവാക്യങ്ങൾ 16 അധ്യായം അതിൻ്റെ 3 വാക്യത്തിലേക്ക് നമുക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. സദൃശവാക്യങ്ങൾ 16:3. നിന്റെ പ്രവൃത്തികളെ യഹോവയ്ക്ക് സമർപ്പിക്കാം, എന്നാൽ നിന്റെ ഉദ്ദേശങ്ങൾ സാധിക്കും. ജീവിതവും പ്രവൃത്തികളും ദൈവത്തിന് സമർപ്പിച്ച് ജീവിതം അനുഗ്രഹമാക്കി മാറ്റിയ അനേകരെ നമുക്കറിയാം. അവരെപ്പോലെ തന്നെ അവരുടെ മുൻതലമുറകൾക്ക് ജ്ഞാനി നൽകുന്ന ഏറ്റവും ശ്രദ്ധേയമായ ഉപദേശങ്ങളിലൊന്നാണ് നിന്റെ പ്രവൃത്തികളെ യഹോവയ്ക്ക് സമർപ്പിക്കുക. സ്വന്തം ചിന്തകൾക്കനുസൃതമായി ജീവിക്കേണ്ടതല്ല ജീവിതം. സ്വന്തം കഴിവിൽ മാത്രം ആശ്രയിച്ച് ജീവിക്കേണ്ടതല്ല ജീവിതം. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെക്കുറിച്ച് ദൈവത്തിന് സമഗ്രമായ ഒരു പദ്ധതിയുണ്ട്. നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, എൻ്റെ മനസ്സിലുണ്ട് എന്ന് ഇരമ്യാവിനോട് പറയുന്നത് പോലെ ആ ദൈവ പദ്ധതികളെ, ദൈവരൂപകൽപ്പനയെ തിരിച്ചറിയുവാൻ കഴിയുന്നതാണ് ജീവിതത്തിൻ്റെ അർത്ഥം. കുശവന്റെ കയ്യിൽ കളിമണ്ണ് പോലെ ദൈവ തിരുസന്നിധിയിൽ നാം സ്വയം സമർപ്പിതരാകുമ്പോൾ ആ കളിമണ്ണിനെ താൻ ആഗ്രഹിക്കുന്ന രീതിയിൽ മനോഹരമായി രൂപപ്പെടുത്തിയെടുക്കുന്ന കുശവന്റെ കരവിരുതാണ് നമ്മുടെ ജീവിതങ്ങളെ രൂപപ്പെടുത്തേണ്ടത്. ആ മഹാശില്പിയുടെ കരങ്ങളിൽ സ്വയം സമർപ്പിക്കപ്പെടുവാൻ നമ്മെ ആഹ്വാനിക്കുന്ന അനുഭവമാണിത്. നിന്റെ പ്രവൃത്തികൾ യഹോവയ്ക്ക് സമർപ്പിക്കുക. സമർപ്പണം വളരെ അർത്ഥവത്തായ ഒരു പദമാണ്. അത് വിശ്വാസത്തിൻ്റെ ഒരു അനുഭവമാണ്. അത് വിനയത്തിൻ്റെ അനുഭവമാണ്. വേദപുസ്തക അടിസ്ഥാനത്തിൽ നാം ചിന്തിക്കുമ്പോൾ എന്തൊക്കെയാണ് നാം സമർപ്പിക്കേണ്ടത്? എന്നെ കരുതുവാൻ, എന്നെ കാക്കുവാൻ, എന്നെ പാലിക്കുവാൻ എൻ്റെ ദൈവം മതിയായവൻ എന്ന ഉറപ്പാണ് ഈ സമർപ്പണത്തിന് കാരണം. ജോർജ് മുള്ളറിനെ കുറിച്ച്, ആ വിശ്വാസ വീരനെ കുറിച്ച് നാം കേട്ടിട്ടുണ്ട്. അനേകരും അനാഥരാക്കപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് അത്താണിയായി തീർന്ന ഒരു മനുഷ്യൻ. എന്നാൽ അനവധി കുഞ്ഞുങ്ങളെ ശുശ്രൂഷിക്കുമ്പോഴും ജോർജ് മുള്ളർ ആരോടും പണം ചോദിച്ചിരുന്നില്ല. ദൈവത്തിൽ ഞാൻ ആശ്രയം വയ്ക്കുന്നു. എൻ്റെയും എൻ്റെ കുഞ്ഞുങ്ങളുടെയും ആവശ്യങ്ങൾ ഞാൻ ദൈവത്തിന് സമർപ്പിച്ചിരിക്കുകയാണ്. ആ ആവശ്യങ്ങളെ എൻ്റെ ദൈവം നിറവേറ്റി തരിക തന്നെ ചെയ്യുമെന്ന് ജോർജ് മുള്ളർ അടിയുറച്ച് വിശ്വസിച്ചു. തൻ്റെ ജീവിതാവസാനം വരെയും അത് തൻ്റെ അനുഭവമായിരുന്നു, അത് തൻ്റെ സാക്ഷ്യമായിരുന്നു. ദൈവം നടത്തും, ഉദ്ദേശങ്ങളെ സാധിക്കും. ആ ഉദ്ദേശങ്ങൾ ദൈവഹിതത്തിന് ഹിതകരമാകുന്നത് ആകുമ്പോഴൊക്കെയും എന്തൊക്കെയാണ് നാം ദൈവ തിരുസന്നിധിയിൽ സമർപ്പിക്കേണ്ടത്? നമ്മുടെ പ്രവൃത്തികൾ ദൈവ സന്നിധിയിൽ സമർപ്പിതമാകുന്നത് എപ്പോഴാണ്? അടിസ്ഥാനപരമായി നാം ദൈവത്തിന് സമർപ്പിക്കേണ്ടത് നമ്മുടെ ജീവിതങ്ങളാണ്, ജീവിതത്തിൻ്റെ സ്വപ്നങ്ങളാണ്, ജീവിതത്തിൻ്റെ ലക്ഷ്യങ്ങളാണ്. ചെയ്യുന്ന കാര്യങ്ങൾ ഓരോന്നും ദൈവത്തിന്
പ്രസാദകരമാകും വണ്ണം ചെയ്യുവാൻ, ദൈവത്തിന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ചെയ്യുവാൻ, കർത്താവേ, എൻ്റെ ചെറുകരങ്ങളെ നിൻ കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു, നിൻ കരങ്ങളായി പ്രവർത്തിപ്പാൻ സഹായിക്കണമേ. 2 ചെറു കണ്ണുകൾ നിൻ തിരുസന്നിധിയിൽ ഞാൻ സമർപ്പിക്കുന്നു, നീ കാണുന്നത് കാണുവാൻ ഞങ്ങളെ സഹായിക്കണമേ. എൻ്റെ നാവ് ഞാൻ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു, നിനക്കായി സംസാരിപ്പാൻ സഹായിക്കണമേ. എൻ്റെ ജീവിതം തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു, കർത്താവെ, നിന്റെ വഴിയിൽ നീ ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിപ്പാൻ, നീ അയക്കുന്നിടത്ത് പോകുവാൻ, നീ നിയോഗിക്കുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ കർത്താവെ എന്നെ സഹായിക്കണമേ എന്നത് നമ്മുടെ നിരന്തര പ്രാർത്ഥനയാകണം എന്നാണ് ഞാൻ ഈ പറയുന്നത്. നിന്റെ പ്രവൃത്തികൾ യഹോവയ്ക്ക് സമർപ്പിക്കുക, എന്നാൽ നിന്റെ ഉദ്ദേശങ്ങൾ സാധിക്കും. ആ ഉദ്ദേശശുദ്ധി എന്തൊക്കെയാണ് സാധിക്കുന്ന ഈ ഉദ്ദേശങ്ങൾ? എൻ്റെ ഉദ്ദേശങ്ങൾ ദൈവ ഉദ്ദേശങ്ങളുമായി താദാമ്യം പ്രാപിക്കുമ്പോൾ, എൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങളല്ല, എൻ്റെ പൈശാചിക ആഗ്രഹങ്ങളല്ല, മറിച്ച് ദൈവം എന്നിൽ നിന്ന് എന്തുദ്ദേശിക്കുന്നുവോ അത് എൻ്റെ ഉദ്ദേശം ആകുന്ന അനുഭവം, നിന്റെ ഹിതം പോലെ നിത്യം നടത്തണമേ എന്ന പ്രാർത്ഥന നമ്മുടെ ഓരോരുത്തരുടെയും കുഞ്ഞുനാൾ മുതൽ നമ്മുടെ വീടുകളിൽ മുഴങ്ങിക്കേൾക്കുമ്പോൾ, എൻ്റെ ഹിതം പോലെയല്ല എൻ പിതാവേ, എൻ ദൈവമേ എന്ന് പാടി പഠിപ്പിച്ച നമ്മുടെ മുതിർന്നവരെ ഓർത്ത് നാം ദൈവത്തെ സ്തുതിക്കുന്ന അനുഭവമാണിത്. ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നാം സമർപ്പിക്കുമ്പോൾ, നമ്മുടെ ഉദ്ദേശങ്ങൾ സമർപ്പിക്കുമ്പോൾ, അത് നമ്മുടെ കഴിവുകളുടെ സമർപ്പണമാണ്. അത് നമ്മുടെ താലന്തുകളുടെ സമർപ്പണമാണ്. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന കഴിവുകളും താലന്തുകളും പല രീതിയിൽ വിനിയോഗിക്കുവാനായിട്ട് നമുക്ക് കഴിയും. അവ കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തികൾ പ്രശസ്തിയെ തേടുന്നതാകാം. അത് സ്വാർത്ഥമായ താല്പര്യങ്ങൾക്ക് പിന്നാലെ പോകുന്നതാകാം. അത് ദൈവത്തിന് നിരക്കാത്ത കാര്യങ്ങൾക്ക് പിന്നാലെ പോകുന്നതുമാകാം. എന്നാൽ നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ കഴിവുകൾ, നമ്മുടെ താലന്തുകൾ എങ്ങനെ ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ളത് ദൈവ തിരുസന്നിധിയിൽ സമർപ്പിതമാകുമ്പോൾ നമ്മുടെ ഉദ്ദേശങ്ങൾ, നമ്മെക്കുറിച്ചുള്ള ദൈവിക ലക്ഷ്യങ്ങൾ സാർത്ഥകമാകുക തന്നെ ചെയ്യും. നമ്മുടെ കഴിവുകളും നമ്മുടെ പരിമിതികളും ദൈവ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നത് പോലെ തന്നെ നമ്മുടെ പരിമിതികളും നാം ദൈവ തിരുസന്നിധിയിൽ സമർപ്പിക്കേണ്ടതുണ്ട്. പലപ്പോഴും നമ്മെക്കുറിച്ചുള്ള ദൈവ സ്വപ്നങ്ങൾ വെളിവാകപ്പെടുമ്പോൾ, നമ്മെക്കുറിച്ചുള്ള ദൈവ പദ്ധതികളെക്കുറിച്ച് ദൈവം നമ്മോട് സംസാരിക്കുമ്പോൾ ഒഴിവുകഴിവുകൾ പറയുക നമ്മുടെ സ്വാഭാവിക പ്രതികരണമാണ്. കർത്താവെ, ഞാനോ മറ്റാരെയെങ്കിലും നിയോഗിക്കണമേ എന്ന് പറയുന്ന നാം, എനിക്കതിനുള്ള പ്രാപ്തിയില്ല, എനിക്കുള്ള കഴിവില്ല, എൻ്റെ നാവ് തടിച്ചതാണ്, സംസാരിക്കുവാനുള്ള കഴിവില്ല, ഒറ്റയ്ക്ക് പോകുവാനുള്ള ധൈര്യമില്ല, ഒരുപാട് ഒഴിവുകഴിവുകൾ പറയുമ്പോഴും നമ്മുടെ പരിമിതികളെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുവാൻ നാം പഠിക്കുമ്പോഴാണ് നമ്മുടെ പ്രവൃത്തികൾ ദൈവകരങ്ങളിൽ സമർപ്പിക്കുവാൻ നാം പഠിക്കുക. നമ്മുടെ സമയം, നമ്മുടെ സമ്പത്ത്, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ ദാനങ്ങളിൽ ഒന്നാണ് നമ്മുടെ സമയം. ആ സമയത്ത് നാം ചെയ്യുന്ന പ്രവൃത്തികൾ യഹോവയ്ക്ക് നാം സമർപ്പിക്കുമ്പോൾ നമ്മുടെ ഉദ്ദേശങ്ങൾ, നമ്മെക്കുറിച്ചുള്ള ദൈവ ഉദ്ദേശങ്ങൾ സാധ്യമാകും. നമ്മുടെ സമ്പത്ത് ഏത് രീതിയിൽ വേണമെങ്കിലും വിനിയോഗിക്കുവാൻ നമുക്കാകും. ചില ആളുകൾ സമ്പത്ത് കൂട്ടി വെക്കാറുണ്ട്. സങ്കീർത്തനക്കാരൻ പറയുന്നു, സമ്പത്തോ കഴുകനെ പോൽ പറന്നുയരും. ഇന്ന് നിന്റേത് എന്ന് നീ കരുതുന്ന ഒന്നും നാളെ നിന്റേതല്ലാത്തതാകും. അതുകൊണ്ട് തന്നെ നിന്റെ സമ്പത്തിന്മേൽ നിനക്ക് നിയന്ത്രണം ഉള്ളിടത്തോളം കാലം അതെങ്ങനെ ദൈവനാമ മഹത്വത്തിനായും മനുഷ്യ നന്മയ്ക്കായും ഉപയോഗിക്കുവാൻ കഴിയുമോ അങ്ങനെ ഉപയോഗിക്കുവാൻ നിനക്കാകണം എന്നുള്ള വളരെ അർത്ഥവത്തായ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഇവിടെ നാം കാണുന്നത്. ദൈവമേ,
നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ, ദൈനംദിന പ്രവൃത്തികളിൽ ഏതൊക്കെ ദൈവത്തിന് സമർപ്പിക്കുവാൻ നമുക്കാകുന്നു? ചിലപ്പോൾ ചില കാര്യങ്ങൾ ദൈവത്തിന് സമർപ്പിച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി ഉപയോഗിക്കുവാൻ നാം ശ്രമിച്ചെന്ന് വരാം. നമ്മുടെ ബന്ധങ്ങൾ, ദൈവമേ, നിന്റെ പ്രവൃത്തികൾ ചെയ്യുവാൻ തടസ്സമായതൊന്നും എൻ്റെ ബന്ധങ്ങളുടെ നിർണയത്തിൽ കടന്നു വരരുതേ എന്നാഗ്രഹിക്കുകയും നിന്റെ ഹിതം പോലെ നിത്യം നടക്കുവാൻ എന്നെ സഹായിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോഴാണ് ജീവിതം അർത്ഥവത്താകുന്നത്. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വിഭവങ്ങൾ നാം ദൈവ തിരുസന്നിധിയിൽ എങ്ങനെ വിനിയോഗിക്കുന്നുവോ അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വെല്ലുവിളികളും പരാജയങ്ങളും. അവയിലും തളർന്നു പോകാതെ, തകർന്നു പോകാതെ നമ്മുടെ ജീവിതം, നമ്മുടെ ഇന്നുകൾ, നമ്മുടെ ഭാവി, നമ്മുടെ സ്വപ്നങ്ങൾ, ആ പ്രവൃത്തികളെക്കുറിച്ചുള്ള നമ്മുടെ വിചിന്തനങ്ങൾ ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ ദൈവീക ജ്ഞാനം നമ്മുടെ വഴികളുടെ നിയന്ത്രണം ഏറ്റെടുക്കുന്ന അനുഭവം. ഇവിടെ ഞാൻ ഈ രേഖപ്പെടുത്തുന്നത് വളരെ ലളിതമായ ഒരു യാഥാർത്ഥ്യമാണ്. നിന്റെ പ്രവൃത്തികൾ യഹോവയ്ക്ക് സമർപ്പിക്കുക. ഒരു കുതിര കടിഞ്ഞാണുമായി തന്റെ മുകളിൽ ഇരിക്കുന്ന കുതിരക്കാരന് സ്വയം എങ്ങനെ സമർപ്പിക്കുന്നുവോ അങ്ങനെ നിന്റെ പ്രവൃത്തികളെയും നിന്റെ വഴികളെയും ദൈവ തിരുസന്നിധിയിൽ സമർപ്പിക്കാൻ നിനക്കായാൽ ലക്ഷ്യസ്ഥാനത്തേക്ക് ആ കുതിരയെ എത്തിക്കുന്നത് കുതിരയുടെ ലക്ഷ്യമല്ല, അത് ആ മനുഷ്യന്റെ ലക്ഷ്യത്തിൽ എത്തുന്നത് പോലെ ദൈവത്തിന്റെ ലക്ഷ്യത്തിലേക്ക്, ദൈവത്തിന്റെ ഉദ്ദേശങ്ങളിലേക്ക് നടന്നു പോകുവാൻ നമ്മുടെ ജീവിതങ്ങൾക്കാകണം. ആ കടിഞ്ഞാണ് 4 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് കുതിരയുടെ ജീവിതത്തിൽ ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ദൈവിക നിയന്ത്രണം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ വഴികളുടെ നിയന്ത്രണത്തിൽ ഉണ്ടായാൽ നമ്മുടെ ജീവിതത്തിലുള്ള ദൈവിക സ്വാധീനം. ഒന്ന്, ആ കടിഞ്ഞാൺ ഒരു ആശയവിനിമയ ഉപാധിയാണ്. ആ കടിഞ്ഞാണിന്റെ ചെറു അനക്കങ്ങൾക്ക് പോലും അർത്ഥമുണ്ട്. ആ അനക്കുന്ന കുതിരക്കാരനും അത് അനുഭവിക്കുന്ന കുതിരയ്ക്കും ആ ചെറു അനക്കങ്ങളുടെ അർത്ഥമറിയാം. അതാണ് ആ ആശയവിനിമയത്തിന്റെ പൊരുൾ. നമ്മുടെ പ്രവൃത്തികളെ ദൈവത്തിന് സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതങ്ങളെ നിയന്ത്രിക്കുവാൻ ദൈവത്തെ അനുവദിക്കുക എന്ന് തന്നെയാണ് അർത്ഥം. നാം പ്രവർത്തിക്കുന്ന കാര്യങ്ങളിൽ ഓരോന്നും ഈ അർത്ഥവത്തായ ആശയവിനിമയം, ദൈവത്തോട് സംഭാഷിക്കുന്ന ആശയവിനിമയം, ദൈവത്തിൻ്റെ ആ ചെറിയ അനക്കുകൾ പോലും തിരിച്ചറിയുവാൻ കഴിയുന്ന ആശയവിനിമയം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകണം. കടിഞ്ഞാണ് ശരിയായ വഴിയിലേക്ക് കുതിരയെ നയിക്കുവാനായി കുതിരക്കാരൻ ഉപയോഗിക്കുന്ന ഒരു ഉപാധിയാണ്. അതിനെ എപ്രകാരം ഉപയോഗിക്കുന്നുവോ ആ ദിശയിലേക്ക് കുതിരയെ കൊണ്ടുപോകുവാൻ കുതിരക്കാരന് ആകുന്നു. സ്നേഹിതരെ, നിങ്ങളുടെ പ്രവൃത്തികളെ യഹോവയ്ക്ക് സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ ആ സമർപ്പണത്തിൻ്റെ അർത്ഥം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ദിശയെ, പ്രവൃത്തികളുടെ ദിശാബോധത്തെ ദൈവ തിരുസന്നിധിയിൽ സമർപ്പിക്കുക എന്നുള്ളതാണ്. കടിഞ്ഞാണിന്റെ 3ാമത്തെ പ്രധാനപ്പെട്ട ഉപയോഗം അത് വേഗ നിയന്ത്രണത്തിന് സഹായിക്കുന്നതാണ്. കുതിരയുടെ ഓട്ടം ആരംഭിക്കുവാൻ ആ കടിഞ്ഞാണിന് വളരെ വ്യക്തമായ ഒരു രീതിയുണ്ട്. ആ ഓട്ടം അവസാനിപ്പിക്കുവാൻ ആ കടിഞ്ഞാൺ പിടിക്കുന്നൊരു രീതിയുണ്ട്. ഓട്ടത്തിന് വേഗത കൂട്ടുവാൻ, ഓട്ടത്തിന് വേഗത കുറയ്ക്കുവാൻ കടിഞ്ഞാൺ ഉപയോഗിക്കുന്നു. നിന്റെ പ്രവൃത്തികളുടെ കടിഞ്ഞാൺ ദൈവകരങ്ങളിൽ നൽകുക എന്ന് പറഞ്ഞാൽ ആരംഭിക്കുന്നതിലും അവസാനിപ്പിക്കുന്നതിലും മാത്രമല്ല, ആ പന്ഥാവ് മുഴുവനും ആ നിയന്ത്രണം കടിഞ്ഞാൺ ആരുടെ കരങ്ങളിലോ അവന്റെ കയ്യിലിരിക്കുന്നത് പോലെ വേഗതയുടെ നിയന്ത്രണം. നീ വേഗത്തിൽ പോകേണ്ടിടത്ത് വേഗത്തിലും, സാവധാനതയോടെ പോകേണ്ടിടത്ത് സാവധാനതയോടും പോകുവാൻ നിന്നെ സഹായിക്കുന്ന ദൈവിക നിയന്ത്രണത്തിന്റെ ആഴമാണ് ഇവിടെ നാം കാണുന്നത്. ആ കടിഞ്ഞാൺ നയിക്കുന്ന വഴിയിലൂടെ കടന്നു പോവുകയാണെങ്കിൽ അത് ആ കുതിരയുടെയും സുരക്ഷിതത്വത്തിന് കാരണമാകും എന്നുള്ളതാണ് കടിഞ്ഞാണിന്റെ മറ്റൊരു പ്രത്യേകത. നിന്റെ പ്രവൃത്തികൾ
ദൈവതിരുസന്നിധിയിൽ നീ സമർപ്പിക്കുമ്പോൾ നിന്റെ ജീവിതത്തെക്കുറിച്ചുള്ള ഉദ്ദേശങ്ങൾ, ദൈവിക പദ്ധതികൾ, ലക്ഷ്യങ്ങൾ സാധ്യമാകും. കുതിര എവിടെ എത്തണമെന്നതാണോ കുതിരക്കാരന്റെ ഉദ്ദേശം, ആ ലക്ഷ്യത്തിലേക്ക് കുതിരയെ എത്തിക്കുവാൻ കുതിരക്കാരന് കഴിയുന്നത് പോലെ എന്റെയും നിങ്ങളുടെയും ജീവിതങ്ങൾ എവിടെ എത്തണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുവോ അവിടേക്ക് ദൈവം നമ്മെ കൊണ്ടു ചെല്ലുന്നതിന് വിനയത്തോടെ, വിശ്വാസത്തോടെ ദൈവ തിരുസന്നിധിയിൽ സമർപ്പിതരാകുവാൻ നമുക്കാകണം. നമുക്ക് പരിചിതരായ വേദപുസ്തക വിശ്വാസവീരരെ നാം ശ്രദ്ധിക്കുകയാണെങ്കിൽ അവരുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഈ യാഥാർത്ഥ്യത്തിന്റെ പൊരുൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അബ്രഹാമിന്റെ ജീവിതം നാം ഒന്ന് ശ്രദ്ധിക്കുക. താനായിരിക്കുന്ന ദേശത്ത് നിന്ന്, കൽദയരുടെ ഊരിൽ നിന്ന് പുറപ്പെട്ടു പോകുവാൻ ദൈവം അബ്രഹാമിനോട് ആവശ്യപ്പെട്ടപ്പോൾ എവിടേക്ക് പോകുന്നു എന്ന് പോലും ചിന്തിക്കാതെ അബ്രഹാം പുറപ്പെട്ടു പോയി. വളരെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം തനിക്ക് ലഭിച്ച പ്രിയപുത്രനെ യാഗവസ്തുവാക്കണം എന്നാവശ്യം വന്നപ്പോൾ അവൻ വിസമ്മതിച്ചില്ല. പരിണിത ഫലമായോ വിശ്വാസ വീരരുടെ പിതാവ് എന്ന വലിയ പേരിന് അവൻ അർഹരായി. അബ്രഹാം ചെയ്തതുപോലെ നിന്റെ പ്രവൃത്തികൾ യഹോവയ്ക്ക് സമർപ്പിക്കുക, എന്നാൽ നിന്റെ ഉദ്ദേശങ്ങൾ സാധിക്കും. യോസേഫ് പരിമിതികൾ അനവധി, പ്രതിസന്ധികൾ അനവധി. അവൻ ഒരടിമയായി വിൽക്കപ്പെട്ടു, കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടു, തെറ്റായ ആരോപണങ്ങൾക്ക് വിധേയനായി. എങ്കിലും ആ അനുഭവങ്ങളുടെ മധ്യേ യോസേഫ് ദൈവത്തിന്റെ വലിയ പദ്ധതിക്ക് തന്നെ സമർപ്പിച്ചു. അവൻ ഫറവോന്റെ അടുക്കൽ എത്തുന്നത് ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമായിരുന്നു. അവൻ തടവറയിൽ എത്തുന്നത് ആ പദ്ധതിയുടെ ഭാഗമായിരുന്നു. ഫറവോന്റെ പ്രധാനമന്ത്രിയായി മാറുന്നതും ആ പദ്ധതിയുടെ ഭാഗമായിരുന്നു. യോസേഫ് തന്റെ പ്രവൃത്തികൾ യഹോവയ്ക്ക് സമർപ്പിച്ചു. യഹോവ അവന്റെ ഉദ്ദേശങ്ങളെ അവനിലൂടെ സാധിച്ചു. മോശ ദൈവം വലിയ നിയോഗത്തിനായി വിളിക്കുമ്പോൾ ഒഴിവുകഴിവുകൾ പറയുവാൻ ശ്രമിച്ചെങ്കിലും ആ ഒഴിവുകഴിവുകൾക്കപ്പുറം ഇസ്രായേൽ മക്കളെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുവാൻ ദൈവം മോശയുടെ പ്രവൃത്തികളെ ഉപയോഗിച്ചു. യോശുവ വിശ്വാസത്തോടെ മോശയോടൊപ്പം യാത്ര ചെയ്തവനാണ്, മരുഭൂ യാത്രയുടെ യാഥാർത്ഥ്യങ്ങൾ അറിഞ്ഞവനാണ്. എന്നാൽ എരിഹോ മതിലിനരികിലെത്തുമ്പോൾ ആ യുദ്ധത്തിന്റെ പദ്ധതികളെക്കുറിച്ച് അവൻ ആസൂത്രണം ചെയ്തൊരു രീതിയുണ്ട്. എന്നാൽ യോശുവയോട് ദൈവത്തിന്റെ ശബ്ദമുണ്ടായത് ആ കോട്ടയ്ക്ക് ചുറ്റും 7 വട്ടം ചുറ്റി വന്ന് 7-ാം നാൾ കാഹളമൂതുക എന്നുള്ളതാണ്. ആ പുതിയ യുദ്ധതന്ത്രം ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമാണെന്ന് തിരിച്ചറിഞ്ഞ് യോശുവ തന്റെ പ്രവൃത്തികളെ യഹോവയ്ക്ക് സമർപ്പിച്ചു. അവന്റെ ഉദ്ദേശം സാധിച്ചു. ഹന്ന ഒരു പൈതലിനായി യാചിച്ച് ദൈവത്തിൽ നിന്ന് ഉത്തരം നേടിയ അനുഭവം. എസ്തർ യഹൂദന്മാരുടെ നാശത്തിനുള്ള ഉത്തരവ് അഹേശ്വരസ് രാജാവ് നൽകിയതെന്നറിഞ്ഞ് ക്ഷണിക്കാതെ രാജസന്നിധിയിലെത്തിയാൽ അതൊരുപക്ഷെ തൻ്റെ ജീവിത അന്ത്യമാകുമെന്നറിഞ്ഞിട്ട് പോലും തൻ്റെ ജനത്തിനു വേണ്ടി പ്രവർത്തിക്കേണ്ട സമയം ഇതാണെന്ന് ബോധ്യമുണ്ടായപ്പോൾ തൻ്റെ പ്രവൃത്തികളെ യഹോവയ്ക്ക് സമർപ്പിച്ച് ഞാൻ നശിക്കുന്നുവെങ്കിൽ നശിക്കട്ടെ എന്ന ഉത്തമ ബോധ്യത്തോടെ രാജതിരുസന്നിധിയിലെത്തി തൻ്റെ ജനത്തെ രക്ഷ ചെയ്തത് ചരിത്രത്തിന്റെ ഭാഗം. ദാനിയേൽ, ശദ്രക്, മേശക്, അബേദ്നഗോ തങ്ങളുടെ പ്രവൃത്തികളെ ദൈവതിരുസന്നിധിയിൽ സമർപ്പിച്ച വിശ്വാസ വീരരുടെ പട്ടിക. യേശുവിന്റെ അമ്മ മറിയ തന്റെ ജീവിതങ്ങളെക്കുറിച്ച് എത്രയെത്ര സ്വപ്നങ്ങൾ. ഒടുവിൽ ദൈവത്തിന്റെ ദൂതൻ അവൾക്ക് പ്രത്യക്ഷനായി നീ പരിശുദ്ധാത്മാവിൽ ഗർഭിണിയാകുമെന്ന് പറയുമ്പോൾ നിന്റെ ഹിതം എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞ് അവളുടെ പ്രവൃത്തികളെ, അവരുടെ ജീവിതത്തെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്ന അനുഭവം.
കർത്താവായ യേശുക്രിസ്തു തന്നെ ഈ സദൃശവാക്യത്തിൻ്റെ ജീവിക്കുന്നൊരു ഉദാഹരണമാണ്. കർത്താവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ. ഗെത്സമനയിലെ പ്രാർത്ഥനയാണ്. എങ്കിലും എൻ്റെ ഹിതമല്ല, നിന്റെ ഹിതം തന്നെ നടക്കട്ടെ. നിന്റെ പ്രവൃത്തികൾ യഹോവയിൽ സമർപ്പിക്കുക. എന്നാൽ നിന്റെ ഉദ്ദേശങ്ങൾ, നിന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങൾ സാധ്യമാകും എന്നുള്ള ഓർമ്മപ്പെടുത്തൽ. നമ്മുടെ വഴികളെ യഹോവയ്ക്ക് സമർപ്പിക്കുവാനുള്ള ആഹ്വാനമാണിത്. സമർപ്പിക്കുക, അത് ഒരു ക്ഷണമാണ്, ദൈവകൽപ്പനയാണ്, ദൈവപ്രതീക്ഷയാണ്. നിന്റെ നിയന്ത്രണങ്ങളെ, ജീവിതത്തിൻ്റെ നിയന്ത്രണങ്ങളെ യഹോവയിൽ സമർപ്പിക്കുക എന്ന് പറയുന്ന അനുഭവം. നിന്റെ ഉദ്ദേശങ്ങളെ സാധിക്കുവാൻ കഴിയുന്നൊരു ദൈവമുണ്ട് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ. ഒരു കർഷകൻ വിത്ത് നട്ടതിന് ശേഷം തൻ്റെ പ്രവൃത്തികൾ ദൈവത്തിന് സമർപ്പിക്കുന്ന ഒരനുഭവമുണ്ട്. കർത്താവെ, മഴയും മഞ്ഞും കാറ്റും വെയിലും ഇനി നിന്റെ കൈകളിലാണ്. മണ്ണിനടിയിലുള്ള ഈ വിത്തുകളുടെ പൊട്ടലും വിളയലും വളരലും നിന്റെ കൈകളിലാണ്. ഒടുവിലത് കൊയ്ത്തിനൊരുക്കിത്തരുന്നതും നീയാണ്. അവൻ്റെ പ്രവൃത്തികൾ അവൻ യഹോവയ്ക്ക് സമർപ്പിക്കുമ്പോൾ ആ ദൈവപ്രീതി ഉണ്ടാകുന്നിടത്ത് അവൻ്റെ ഉദ്ദേശങ്ങൾ സാധിക്കുന്ന ആ കൊയ്ത്തിൻ്റെ വലിയ അനുഭവത്തെക്കുറിച്ച് നമുക്കറിയാം. നമ്മുടെ ജീവിതങ്ങളിൽ വ്യക്തമായി വഴി നടത്തുന്ന, വഴിതെളിക്കുന്ന ഒരു ദൈവ സാന്നിധ്യത്തിൻ്റെ ആഴവും പൊരുളുമാണ് ഇവിടെ നാം കാണുക. യെശയ്യാവിൻ്റെ പ്രവചന പുസ്തകം 30-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യം ഇത്തരുണത്തിൽ വളരെ പ്രസക്തമാണ്. നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിൽ നടന്നുകൊള്ളുവിൻ എന്നൊരു വാക്ക് പുറകിൽ നിന്ന് കേൾക്കും. നിങ്ങൾ നിങ്ങളെ തന്നെ ദൈവ തിരുസന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ, നിങ്ങളുടെ പ്രവൃത്തികളെ യഹോവയ്ക്ക് സമർപ്പിക്കുമ്പോൾ, നിന്റെ ഉദ്ദേശങ്ങളെ സാധിക്കുന്ന ദൈവം പുറകിൽ നിന്നുകൊണ്ട് വഴി ഇതാകുന്നു, മുമ്പോട്ട് നടക്ക എന്ന് പറയുന്ന അനുഭവമുണ്ടാകും. ഈ സമർപ്പണം, സ്നേഹിതരെ, അത് ഒരു ദിവസം മാത്രം ഉള്ളൊരനുഭവമല്ല. അത് ജീവിതകാലം മുഴുവനും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകേണ്ടുന്ന ഒരു പ്രക്രിയയാണ്. അത് ഒരു നാൾ നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ ആരംഭിക്കുന്ന ഒരാരംഭമാണ്. ഒരിക്കലും കൈവിടാത്ത ദൈവത്തിൻ്റെ കരസ്പർശം, കരഗ്രഹണം അവിടെ ഉണ്ടാകുന്ന അനുഭവം. ചേർത്തു നിർത്തുന്ന ദൈവം, ചേർത്തണയ്ക്കുന്ന ദൈവം. നിന്റെ പ്രവൃത്തികൾ എന്നിൽ സമർപ്പിക്കുക, എന്നാൽ നിന്റെ ആഗ്രഹങ്ങൾ, നിന്നിൽ ഉയരുന്ന ദൈവിക ആഗ്രഹങ്ങൾ, അത് സാധിപ്പിച്ചു തരുന്ന ദൈവ സാന്നിധ്യത്തിൻ്റെ ആഴവും പൊരുളും ഇവിടെ നാം കാണുകയാണ്. സാധാരണ ജീവിതാനുഭവങ്ങളിൽ നിന്ന് വിളിച്ചു വേർതിരിച്ചു ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട എത്രയോ കർത്തൃദാസരെ നമുക്കറിയാം. പ്രതിസന്ധികളുണ്ട്, പ്രയാസങ്ങളുണ്ട്, എതിർപ്പുകളുണ്ട്, കാരാഗ്രഹവാസമുണ്ട്. ഈ അനുഭവങ്ങളുടെയൊക്കെയും മധ്യേ നിങ്ങളുടെ നിയോഗത്തെ പോലും ഒരുപക്ഷെ വെല്ലുവിളിക്കുന്ന സംഘർഷഭരിതമായ സാഹചര്യങ്ങളിൽ ജീവിക്കേണ്ട അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോഴും നമുക്ക് ശക്തി പകരുന്ന ഒരു ദൈവിക വാഗ്ദത്തം കൂടിയാണ് ഈ വചനം. നിന്റെ പ്രവൃത്തികൾ യഹോവയ്ക്ക് സമർപ്പിക്കുക, എന്നാൽ നിന്റെ ഉദ്ദേശങ്ങൾ സാധിക്കും. സുവിശേഷം പ്രഘോഷിച്ച് അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് അനേകരെ വഴിതെളിച്ച ഒരു കർത്തൃദാസൻ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടു. ആ കാരാഗ്രഹത്തിൽ വെച്ച് മതപരിവർത്തനം ചെയ്യുന്നത് തെറ്റാണ് എന്ന് പറഞ്ഞ്
അവൻ ചെയ്യാത്ത കാര്യങ്ങൾ അവനിൽ ആരോപിച്ചു. കാരാഗ്രഹത്തിന്റെ ഇരുളിൽ പ്രയാസത്തോടെ അവൻ ദൈവമുഖത്തേക്ക് നോക്കിയപ്പോൾ അവന്റെ കാതുകളിൽ മുഴങ്ങിക്കേട്ട ദൈവത്തിന്റെ വാഗ്ദത്തമായിരുന്നു സദൃശവാക്യങ്ങൾ 16-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം. നീ ആകെ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിന്റെ പ്രവൃത്തികൾ യഹോവയിൽ സമർപ്പിക്കുക, എന്നാൽ നിന്റെ ഉദ്ദേശങ്ങൾ സാധിക്കും. കർത്താവിന് വേണ്ടി സാക്ഷ്യം നിൽക്കുക എന്ന നിന്റെ ഉദ്ദേശം, ജീവിക്കുന്ന കർത്താവിന്റെ ജീവിക്കുന്ന സുവിശേഷത്തെ പ്രഘോഷിക്കുക എന്ന സുവിശേഷം, അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് അനേകർ നടത്തപ്പെടേണ്ടതിന് പ്രകാശമായ കർത്താവിനെ, വെളിച്ചമായ കർത്താവിനെ ലോകത്തിന് മുന്നിൽ പ്രഘോഷിക്കുക എന്ന നിന്റെ ഉദ്ദേശം, നിന്റെ പ്രവൃത്തി, അത് നീ ചെയ്യുകയാണെങ്കിൽ അനേകർ യേശുവിനെ അറിയുന്ന, മുഴങ്കാലുകൾ യേശുവിന് മുന്നിൽ മടങ്ങുന്ന ആ നിന്റെ ആഗ്രഹം സാധിക്കും എന്ന ആ സാധാരണ മനുഷ്യന്റെ ശക്തീകരിക്കുന്ന വാഗ്ദത്വം അദ്ദേഹം എഴുതിയത് നമ്മൾ ചിലരെങ്കിലും വായിച്ചു കാണുമല്ലോ. ഈ സമർപ്പണം ജീവിതാന്ത്യത്തോളം നിലനിൽക്കുന്ന ഒരു സമർപ്പണമാണ്. ദൈവം നിന്റെ ഉദ്ദേശങ്ങളെ സാധിപ്പിക്കും എന്ന് പറയുമ്പോൾ, നിന്റെ ഉദ്ദേശങ്ങൾ അത് സ്വാർത്ഥമായ ഉദ്ദേശങ്ങളല്ല, ജഡീകമായ ഉദ്ദേശങ്ങളല്ല. നിന്നെക്കുറിച്ചുള്ള ദൈവ സ്വപ്നങ്ങൾ നീ തിരിച്ചറിയുന്ന, നിന്നെക്കുറിച്ചുള്ള ദൈവ ഉദ്ദേശങ്ങൾ നീ തിരിച്ചറിയുന്ന, നിന്നെക്കുറിച്ചുള്ള ദൈവ പദ്ധതികൾ നീ തിരിച്ചറിയുന്ന ഒരു അനുഭവം ആകണം എന്ന ഓർമ്മപ്പെടുത്തൽ കൂടെയാണ്. ആ അനുഭവമാണ് കർത്താവിനെ തിരിച്ചറിയുവാൻ, കർത്താവിൻ്റെ പദ്ധതികളുമായി താദാമ്യം പ്രാപിക്കുവാൻ കഴിയുന്നവരുടെ ഉദ്ദേശങ്ങളാണ് ദൈവം സാധിപ്പിക്കുന്നത് എന്ന് നാം ശ്രദ്ധിക്കണം. സ്നേഹിതരെ, വളരെ അർത്ഥവത്തായ ഒരു സന്ദേശമാണ് ജ്ഞാനി തലമുറകൾക്ക് പകർന്നു നൽകുന്നത്. ഒരുപാട് പ്രവൃത്തികൾ, ഒരുപാട് ഉദ്ദേശങ്ങളോടെ ചെയ്യുന്ന നാം നമ്മുടെ പ്രവൃത്തികളെ ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുവാനുള്ള ആഹ്വാനം. സമർപ്പണത്തിൻ്റെ ആഴങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകുമ്പോൾ, വിശ്വാസത്തോടും വിനയത്തോടും നമ്മുടെ പ്രവൃത്തികളെ ദൈവ തിരുസന്നിധിയിൽ നാം സമർപ്പിക്കുമ്പോൾ, നമ്മെക്കുറിച്ചുള്ള ദൈവിക ഉദ്ദേശങ്ങൾ, ഏതുദ്ദേശങ്ങൾക്കായി നാം കർത്താവിൻ്റെ കരം പിടിച്ചുവോ ആ ഉദ്ദേശങ്ങൾ തീർച്ചയായും സാധിക്കും. പരാജയങ്ങളിൽ നീ തളരണ്ട, പ്രതിസന്ധികളിൽ നീ ഭയപ്പെടേണ്ട, കാറ്റും കോളും ഏറുമ്പോൾ ഭ്രമിക്കുകയും വേണ്ട. കരുതുവാൻ, കാക്കുവാൻ, പാലിപ്പാൻ നമ്മുടെ പാലകൻ എപ്പോഴും മതിയായവനെന്ന് ഓർത്താൽ മാത്രം മതിയാകും. സ്നേഹിതരെ, ഒരുപക്ഷെ ഇന്ന് പ്രയാസങ്ങളിലൂടെ, കണ്ണുനീരിലൂടെ, വേദനയിലൂടെ, രോഗാവസ്ഥകളിലൂടെ കടന്നു പോകുന്ന ഒരു പശ്ചാത്തലത്തിലാകാം യദൃശ്യ നാം ഇന്ന് ഈ സന്ദേശം, ഈ പഠനത്തിൻ്റെ ഭാഗമാകുന്നത്. നമുക്കുള്ള ദൈവത്തിൻ്റെ ആശ്വാസവാക്ക്, നമുക്കുള്ള ദൈവത്തിൻ്റെ പ്രത്യാശാവാക്ക് വളരെ വളരെ ലളിതമാണ്. സദൃശവാക്യങ്ങൾ 16-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം: നിന്റെ പ്രവൃത്തികളെ യഹോവയിൽ സമർപ്പിക്കുക, എന്നാൽ നിന്റെ ഉദ്ദേശങ്ങൾ സാധിക്കും. ഈ സദൃശവാക്യത്തിൻ്റെ ഇതിലും അവഗാഹമായ പൊരുളുകൾ തിരിച്ചറിയുവാൻ, സ്നേഹിതരെ, ദൈവത്തിൻ്റെ ആത്മാവ് എന്നെയും നിങ്ങളെയും ദൈവിക ജ്ഞാനത്താൽ നിറയ്ക്കുമാറാകട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.